കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാ അത്ഭുത കഥകളും ഭഗവാന്റെ പരമഭക്തരായിട്ടുള്ള ആൾക്കാരെയും ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും ഭഗവാനുമായിട്ടുള്ള അവരുടെ ബന്ധം മറ്റുള്ളവർക്ക്, മറ്റ് ഭക്തർക്കും കൂടി ശ്രമിക്കത്തക്ക രീതിയിൽ കൊണ്ടുപോവുകയാണ് ചാനലിലൂടെ ചെയ്തു വരുന്നത്. അതുപോലെ അന്വേഷികളായിട്ടുള്ള ആത്മാക്കളെ ഭഗവാന്റെ സന്നിധിയിൽ കൊണ്ടുവരികയും കൂടിയാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത്, ശരിക്ക് പറയുകയാണെങ്കിൽ സായികുമാർ തകഴി സ്വാമി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ അഗാധമായി ശരിക്ക് ആത്മീയ വഴിയിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അമ്പലപ്പുഴയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. അപ്പോൾ അദ്ദേഹമാണ് ഇന്ന് ഭക്തർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്നത്. സ്വാമിയെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുമാത്രമല്ല, നമ്മളുടെ ഭക്തർക്ക് വേണ്ടി അങ്ങ് സംസാരിക്കണം. സദാ സത്സ്വരൂപം ചിദാനന്ദഗന്ധം ജഗസ്തംഭവസ്ഥാനസംഹാരഹേതും സ്വഭക്താചായമാനുഷം ദർശയന്തം നമാമീശ്വരം സദ്ഗുരും ചിന്താലേശായ നമോ നമഃ. ശങ്കരാചാര്യ തിരുവടികളുടെ വിവേക ചൂടാമണി എന്ന ഗ്രന്ഥത്തിലെ പ്രഥമ ശ്ലോകം, ജന്തൂനാം നരജന്മം ദുർലഭം, മനുഷ്യജന്മം കിട്ടുന്നത് തന്നെ വളരെ അപൂർവമാണ്. അങ്ങനെയുള്ള മനുഷ്യജന്മം നമ്മൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മളെ അവസ്ഥാത്രയങ്ങളിലൂടെ, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ അവസ്ഥാത്രയങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾക്ക് വരുന്ന മാറ്റങ്ങൾ, നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു മനുഷ്യജന്മത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ തൻ്റെ ശിവാപരാധ ക്ഷമാപണ ശോസ്ത്രം എന്ന ഗ്രന്ഥത്തിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ മഹാത്മാക്കളെ നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ അറിയുന്നത്. ആലാസ്വാമി എന്നറിയപ്പെടുന്ന ഈ മഹാത്മാവിനെ 1978 വിജയദശമി നാളിലാണ് ഞാൻ ആദ്യമായി കാണുന്നത്. അപ്പം കാണാനുള്ള ഒരു യോഗം എന്ന് പറയുന്നത് എൻ്റെ ഗുരുനാഥന്മാർ എനിക്ക് അതിനുള്ള മാർഗം തന്നിട്ടുണ്ട്. എൻ്റെ ഗുരുവാകുന്ന ശ്രീ TP നാരായണ പിഷാരടി, അദ്ദേഹം
അനവധി കാലം ഭാരതത്തിൽ അങ്ങോളവും ഇങ്ങോളവും പരിക്രമം ചെയ്തിട്ടുള്ളൊരു മഹാത്മാവാണ്. ഏതാണ്ട് 3000 ശിഷ്ടം സംസ്കൃത ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് ബൈഹാർട്ടാണ്. അപ്പം അദ്ദേഹമായിട്ടുള്ള ആ ഗുരുശിഷ്യ ബന്ധത്തിലെ എൻ്റെ ജാതകം പരിശോധിക്കുകയും ജാതകത്തിലെ വിശേഷതകൾ കണ്ടറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ ജന്മത്തിൽ അനവധി മഹാത്മാക്കളെ കാണാനുള്ള യോഗം ഈ ജാതകത്തിലുണ്ട്. മൂലം നക്ഷത്രത്തിൻ്റെ ചതുർഭാദത്തിലും തുലാലഗ്നത്തിലും 3 ഗ്രഹങ്ങൾ ഉച്ചസ്ഥനായി നിൽക്കുകയും അംശാവതാര യോഗ തുല്യത എന്ന് പറയുന്നൊരു യോഗം ജാതകത്തിലുള്ളത് കൊണ്ട് മഹാത്മാക്കളെ കാണാനും അവരുമായിട്ട് സംഘം കൂടാനുള്ള ഒരു ഭാഗ്യമുണ്ടാകും. അപ്പോൾ അതിനുള്ള പ്രയത്നം ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ആലാസ്വാമിക്ക് മുന്നേ തന്നെ പല മഹാത്മാക്കളെയും കണ്ടിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രഭാകര സിദ്ധയോഗി എന്ന് പറയുന്ന മഹാത്മാവ്, അദ്ദേഹം വേണ്ടി 700 വർഷത്തിന് മേളിൽ ആ ശരീരത്തിൽ ജീവിച്ചിരുന്ന ആളാണെന്ന് പല ഭക്തന്മാർക്കും അറിയാം. അപ്പം ഒരിക്കൽ ഞാൻ ഈ ആലാസ്വാമിയെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോൾ എന്നോട് അടുത്ത് നിൽക്കുന്ന ഒരാളോട് പറയാണ്, ദേവനാരായണന്റെ ആള് വരുന്നു. അപ്പോൾ എനിക്ക് ദേവനാരായണന്റെ ആള് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ മുത്തച്ഛൻ, അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠൻ കുറേ ആത്മീയ സംസ്കൃതിയുള്ള ആളാണ്. അദ്ദേഹത്തെ കേശവൻ എന്നാണ് പേര്. അദ്ദേഹത്തെ ഞങ്ങൾ അക്കരയച്ചൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ്, ഇങ്ങനെ ഒരു മഹാത്മാവിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ദേവനാരായണൻ്റെ ആള് വരുന്നു എന്ന് പറഞ്ഞു. അപ്പം വല്യച്ഛൻ അതേക്കുറിച്ച് അറിവില്ല. പക്ഷെ എൻ്റെ ഗുരുനാഥനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ശരിയാണ്, അമ്പലപ്പുഴ രാജാക്കന്മാരുടെ നാമധേയത്തിൽ ആദ്യ ദേവനാരായണൻ എന്നുള്ള നാമധേയമുണ്ട്. അപ്പം ആ ദേവനാരായണൻ എന്ന അമ്പലപ്പുഴ രാജാവ് ക്ഷേത്ര നിർമ്മാണവുമായിട്ട് കുടമാളൂർ എന്ന ദേശത്തുനിന്ന് ഞങ്ങളെ അമ്പലപ്പുഴ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണ്. ഇന്നും അമ്പലപ്പുഴ ക്ഷേത്രങ്ങളിലെ ആചാര പദ്ധതികളിലും അവിടെ ഉത്സവം വന്ന് കൊടിയേറി കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഫലം പറയുന്ന കൂട്ടത്തിൽ ഈ ഉള്ളവനും ഉണ്ട്. അതെന്തും ആയിക്കോട്ടെ, ഭഗവാൻ പറഞ്ഞത് ഇതാ ദേവനാരായണൻ്റെ ആള് വരുന്നു. അപ്പം നമുക്കുണ്ടായിരുന്നത് നമ്മൾ അറിയാതിരിക്കുകയും നമ്മളത് അറിഞ്ഞു കഴിഞ്ഞപ്പം ഈ മഹാത്മാവ് ആരാണ് എന്നുള്ളത് ഉള്ള ആത്മബോധം നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുകയും ചെയ്യുകയാണ്. പിന്നീടൊരിക്കൽ ഇതുപോലെ ഭഗവാനെ കാണാൻ വന്നു കഴിഞ്ഞപ്പം ഭഗവാന്റെ മുന്നിലിരിക്കുന്ന ആളുകളോട് അവർ പോകാൻ നേരത്ത് ഭഗവാൻ പറയാണ്, ചേട്ടനെ കണ്ടിട്ട് ഒരാൾ വരുന്നു. അപ്പം ഞാനിത് ദൂരെ നിന്നുകൊണ്ട് കേട്ടു, ചേട്ടനെ കണ്ടിട്ട് ആൾ വരുന്നു എന്ന് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞവർ അങ്ങോട്ട് പോകാൻ അവരോട് ഞാൻ ചോദിച്ചു, എന്താ സ്വാമി ഭഗവാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് നിങ്ങൾ ചേട്ടനെ കണ്ടിട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പം എന്താണ് കാര്യം? 2 ദിവസം മുന്നേ ഞാൻ പ്രഭാകര സിദ്ധയോഗിയെ എന്ന ആ അവതാര പുരുഷനെ കുരുപ്പാറയിൽ പോയി കണ്ടിട്ട് ആണ് ഭഗവാനെ കാണാൻ വന്നത്. അപ്പം മഹാത്മാക്കൾക്ക് ഇത് നമുക്ക് അതിശയമായിട്ട് തോന്നും. അവർക്കറിയാം, നമ്മുടെ 3 കാലങ്ങളും അവർക്കറിയാം, വർത്തമാനവും ഭാവിയും ഭൂതവും എല്ലാം അവർക്കറിയാം. നമുക്കേ അറിയുള്ളൂ. പിന്നെ ഇതൊക്കെ അറിയണമെങ്കിലും നമുക്കൊരു ജന്മാന്തര സുഹൃതം വേണം. ആലാസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല സംശയങ്ങളും ആലാസ്വാമി ഭഗവാൻ എനിക്ക് അതിനുള്ള ഉത്തരം പൂർണ്ണമായിട്ട് തന്നിട്ടുണ്ട്. ഒരിക്കൽ ഞാനിങ്ങനെ ഭാഗവതത്തിലെ മഹാഭാരതത്തിലെ ഒരു കഥയോട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ ചോദിച്ചു. ഈ പാണ്ഡവർക്ക് ഒരു വലിയ സൗധം പണിന്നല്ലോ ആ വിശ്വകർമാവെന്ന് പറയുന്ന ദേവശില്പി. ഉടനെ ഭഗവാൻ പറഞ്ഞു, എടാ ഞാനും മുത്തച്ഛനും, ഞാനന്ന് കുട്ടിയാ, എന്നെയും കൂടെ കൊണ്ടുപോയാണത് ചെയ്യിച്ചത്, എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഭഗവാൻ ആരായിരുന്നു എന്ന് ചിന്തിക്കുക. ഇത് എവിടെയാണ്? ദ്വാപരയുഗത്തിൽ നടന്ന പാണ്ഡവരുടെ ഗ്രഹനിർമ്മാണത്തിൽ ഭഗവാൻ ഉണ്ടായിരുന്നു, കുട്ടിയായിരുന്നു, ഞാനും മുത്തച്ഛനുമായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ എന്നോട് എൻ്റെ ഉള്ളിലെ ചില ചിന്തകൾ ഇതിന് ഉത്തരമുണ്ടോ, എങ്ങനെയാണ് എന്നറിയാനുള്ള ചോദ്യമാണ് എന്നിൽ നിന്നുണ്ടായത്. അതുപോലെ തന്നെ പിന്നീട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഭാരതത്തിലേക്ക് വരുന്ന ഭീകരപ്രവർത്തനങ്ങൾ, ഭാരതം ഒരു ധർമ്മഭൂമിയാണെന്നും
ആ ധർമ്മഭൂമിയിലേക്ക് വരുന്ന ശത്രുക്കളും ഭാരതത്തെ സംസ്കാരത്തെയും സംസ്കൃതിയെയും സനാതനധർമ്മത്തെയും ഒക്കെ നശിപ്പിക്കുകയാണല്ലോ. എന്താ ഇതിന് കാര്യം ഭഗവാനെ എന്ന് ചോദിച്ചവൻ പറഞ്ഞു, എടാ അത് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞപ്പം കുറേ പേര് പോയില്ലേ, ആ പോയവരെല്ലാം അസുരന്മാരാണ്. അവരൊക്കെ ജനിച്ചു കഴിഞ്ഞപ്പം ഭാരതത്തെ പിളർന്നു കഴിഞ്ഞപ്പോൾ ഈ അസുരന്മാരായിട്ടുള്ളവരെല്ലാം പാകിസ്ഥാനിൽ പോയി. ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ വൈരം അവരിപ്പോഴും നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, എനിക്കത് ഇപ്പോഴും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ ഒരു നരേന്ദ്രന്റെ വരവോടുകൂടി ഇതെല്ലാം മാറും. അന്ന് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഗുജറാത്ത് മുഖ്യമന്ത്രി പോലുമല്ല. ഞാൻ ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ലോകത്താരോടും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു നരേന്ദ്രൻ വരുമ്പോൾ എല്ലാം നേരെ ആയിക്കൊള്ളും. ശരിയല്ലേ? ഈ നരേന്ദ്രൻ ഇപ്പം ഈ ഭാരതത്തെ നേരെയാക്കിക്കൊണ്ടിരിക്കുന്നു. ആലാസ്വാമിയെ പോലെയുള്ള ആ മഹാത്മാവ് ഇത് പറയണമെങ്കിൽ ഒന്ന് ആ ത്രികാലത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ലോകത്തിന് വരുന്ന മാറ്റങ്ങൾ മഹാത്മാക്കൾ മുൻകൂട്ടി അറിയും. അത് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും അതിൻ്റെ ഒരു പ്രചാരം നടത്താൻ നമ്മൾ തയ്യാറാകുന്നില്ല, അല്ലെ നമ്മളത് മനസ്സിലാക്കി ജീവിക്കുന്നില്ല എന്നുള്ളൊരു പരമസത്യം കൂടിയാണ്. ഞാൻ പല പിറന്നാളിനും അദ്ദേഹം ഈ ആലാ ഭഗവാനെ കാണാൻ വരുമായിരുന്നു. മിഥുനമാസത്തിലെ കുംഭമാസത്തിലെ അശ്വതി അല്ലേ? ഇല്ല, മിഥുനമാസത്തിലെ മകം. മിഥുനമാസത്തിലെ മകം. അപ്പം അത് ഓർക്കുമ്പോഴേ ഒരു സമാധിയാകുന്നതിന് ഒരു 4 വർഷം മുമ്പേ എൻ്റെ ഒരു വലിയ ആത്മസുഹൃത്തുണ്ട്, ജോൺ സ്വാമി എന്ന് പറയും. അദ്ദേഹം വള്ളിക്കാവിൽ മാതാമൃതാനന്ദമയി മഠത്തിലെ ഒരു ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുക. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഈ ജോൺ സ്വാമി ഇത്തവണ ആലാസ്വാമിയുടെ പിറന്നാളിന് വരുമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലാസ്വാമിയെ കാണാൻ വന്ന് കണ്ടു കഴിഞ്ഞപ്പം എന്നോട് പറയാണ്, എടാ നീ അന്വേഷിക്കുന്ന ജോൺ അങ്ങപ്പുറം നിപ്പുണ്ടെന്ന്. ഞാനത് പറഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ മനസ്സിലെ ഒരു ചിന്തയാണ്, ജോൺ എന്ന് വന്നിരുന്ന കാണാമല്ലോ എന്നൊരു ജോൺ അങ്ങപ്പുറം ഉണ്ടെന്ന് എന്നോട് ഭഗവാൻ പറയുകയാണ്. അപ്പം അതായത് ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം നിർണ്ണയിക്കാൻ കഴിയുള്ള മഹാത്മാക്കൾ പണ്ടും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അനവധി മഹാത്മാക്കളെ അവധൂതന്മാരെ കാണാനുള്ളൊരു ഭാഗ്യം ഈ ജന്മത്തുണ്ടായിട്ടുണ്ട്. ഗോവിന്ദഭരതൻ എന്ന് പറയുന്ന എറണാകുളം ഹൈക്കോടതിയിലെ ഒരു വലിയ വക്കീലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാർ ഷെഡിൽ ഒരു അവധൂതൻ ഉണ്ടായിരുന്നു. യേശുദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വെളുപ്പിനെ 2 മണി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നൊന്നും ആരും അറിയത്തില്ല. അപ്പം ഞാൻ ഒരിക്കലും ഇങ്ങനെ വന്ന് ഭഗവാനോട് ചോദിച്ചു, ഇങ്ങനെ ഗോവിന്ദഭരതൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു അവധൂതനുണ്ട്. എടാ നമ്മുടെ വകയിലെ ഒരു ചിറ്റപ്പൻ്റെ മോനാണെന്ന്. നമ്മുടെ വകയിൽ ഒരു ചിറ്റപ്പൻ. അപ്പം മഹാത്മാക്കൾ കണക്റ്റഡായിട്ട് ബന്ധമാണ്. അതെ. അപ്പം നമ്മുടെ ആ ജന്മജന്മാന്തര സുഹൃതങ്ങൾ കൊണ്ട് മഹാത്മാക്കളെ അറിയാനുള്ള ഒരു ഭാഗ്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ആലാസ്വാമിയോട് ഞാൻ ഈ വിഷയം പലപ്പോഴും ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ വരും. എപ്പോഴും ഒന്നും വരാൻ പറ്റത്തില്ല, ഗൃഹസ്ഥാശ്രമിയല്ലേ, പ്രാരാബ്ധങ്ങളുണ്ട്. ഒരാൾ ടെലികോമിൽ ജോലിയുള്ള ആൾ കൂടിയായിരുന്നു. അപ്പം തിരുവനന്തപുരം എന്ന സ്ഥലത്തേക്ക് വരുന്നതെങ്കിൽ ഞാൻ ഭഗവാനെ കാണാൻ വരും. വന്നു കഴിഞ്ഞാൽ അധികം നേരം നിൽക്കത്തൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചെന്ന ഉടനെ തന്നെ എല്ലാവരും ഉണ്ടെങ്കിൽ ആര് നിന്നാലും എന്നെ കൈ കാണിക്കും. അപ്പം ഞാൻ ചെന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി വരാം. അപ്പം പറയും, അവൻ ആരാണെന്ന് നിങ്ങൾക്കറിയത്തില്ല, എനിക്കറിയാമെന്ന് പറയും. അപ്പം മറ്റുള്ളവർ വിഷമം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. അതെ. ഞാൻ കണ്ട് സംസാരിക്കും, നമസ്കരിക്കും, പോവും, എന്തെങ്കിലും കാര്യങ്ങൾ പറയും, പോവും. ഒരിക്കൽ ഞാൻ ഭഗവാനെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം എൻ്റെ മനസ്സ് പറഞ്ഞ് ഇന്ന് കാണണ്ട എന്ന് വിചാരിച്ച് എന്നാലും ഞാൻ കാണാൻ വന്നു കഴിഞ്ഞ് അപ്പം ഞാൻ ഭഗവാനെ കണ്ടോണ്ടിരിക്കും. ഭഗവാൻ പറഞ്ഞു, മുത്തശ്ശി പോയല്ലോടാ. ഞാനിവിടെ വരുന്നതിന് 10 മിനിറ്റ് മുമ്പേ 1983 ജനുവരി മാസം 2-ാം തീയതി മുത്തശ്ശി, 105 വയസ്സുള്ള മുത്തശ്ശി കാലം വിടുക. മുത്തശ്ശി പോയല്ലോടാ എന്ന് പറയാം. അപ്പോഴാണ് എൻ്റെ മനസ്സാദ്യം ഒന്ന് പറഞ്ഞു, ഇന്ന് പോകണ്ട, ഒരു ശുഭകരമല്ലോ തോന്നി. പക്ഷെ അത് ഭഗവാൻ മുൻപ്. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. ഈ അനുഭവത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയത് എന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗുരുനാഥന്മാർ നമുക്ക് തന്ന അനുഗ്രഹമാണ്. ഇപ്പൊ കരുവറ്റാസ്വാമി എന്ന് പറയുന്ന ആ അവധൂതൻ, അദ്ദേഹത്തെ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കാണും.
ആ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് കാണും. ഇപ്പോൾ 1948 വരെ ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ എല്ലാ ദിവസവും ഈ വിലഞ്ഞാൽ ക്ഷേത്രത്തിലെ തിരുവിലഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ കൂടെ പോകുമ്പോൾ വീട്ടിൽ കയറും. കയറിയിട്ട് ഒരു വർഷം അമ്മയ്ക്ക് 1.5 വയസ്സ് പ്രായമേ ഉള്ളൂ. അമ്മയോട് ചോദിച്ചു, അയ്യപ്പ ഇവിടെ പേരെന്താണ്? ഇവിടെ പേര് ഭാരതി എന്നാണ്. ഉടനെ പറഞ്ഞു മോളിഞ്ഞ് വരാൻ പറഞ്ഞു. മോളിഞ്ഞ് വരാൻ പറഞ്ഞിട്ട് പറഞ്ഞു, മടിയിലിരുത്തിയിട്ട് പറഞ്ഞു, ഇവളെ ഞാൻ ഭാരതി എന്ന് പേരിടുക. അങ്ങനെ ഭാരതിയായി. എന്നിട്ട് അന്ന് എൻ്റെ മുത്തശ്ശി അമ്മാവന്മാർ പറഞ്ഞുള്ള ഒരറിവാണ്, ഇവൾക്കൊരു കേമനായൊരു ഉണ്ണി ജനിക്കും, ഭാഗവതത്തെ അറിയുന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. ശരിയാണ്. കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് നമ്മൾ ഭാഗവതത്തിൻ്റെ പുറകെയാണ്. അപ്പം മഹാത്മാക്കളെ അറിയണമെങ്കിലും അതിനൊരു ജന്മാന്തര സുഹൃതം വേണം. ഭഗവാൻ ബാബ അമൃതാനന്ദമയി എന്ന ആ മഹാദേവിയെ കാണാൻ ആദ്യമായിട്ട് 1970 വള്ളിക്കാവിൽ ചെല്ലുമ്പം എന്താ പറയുന്നത്, കടത്ത് കയറി അക്കരെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കടക്കാരോട് ചോദിച്ചു, ഇവിടെ ഒരു ദേവിയുടെ അനുഗ്രഹമുള്ള ഒരു കുട്ടിയുണ്ടല്ലോ, ആ ഡാഷ് മോൾ ആ കടപ്പുറത്തെങ്ങാണ്ടുണ്ടെന്നാ അവർ പറഞ്ഞു. അപ്പം മഹാത്മാക്കളെ അനവധി അവതാരോ അനേഹ, അനവധി മഹാത്മാക്കളുണ്ട്. ഈ ഞാൻ കണ്ടിട്ടുള്ള മഹാത്മാക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരുന്നു ആലാസ്വാമി. ആലാസ്വാമി പറയുന്നത് കണിശമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കി. മഹാഭാരതവും പാകിസ്ഥാനും ഒക്കെ, ഇവിടെ മഹാഭാരത യുദ്ധത്തിൽ അസുരന്മാരായിട്ട് നിന്നവരെല്ലാം പുനർജനിച്ചിട്ട് അത് വീണ്ടും പാകിസ്ഥാനിലേക്ക് പോയിട്ട് ആ വിഭാഗത്തിൽപ്പെട്ടവർ മുഴുവൻ ഇന്ന് ആലാസ്വാമി പറയാം, ഒരു മഹാത്മാക്കളും അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരിക്കും മായമ്മയെ കാണാൻ വേണ്ടി കന്യാകുമാരി ചെന്നു കഴിഞ്ഞപ്പോൾ എന്താ, മായമ്മ ഇങ്ങനെ കടപ്പുറത്തേക്ക് എപ്പോഴും കുറേ പട്ടികളുണ്ട്, പട്ടികളായിട്ടൊക്കെ നടപ്പാ. അപ്പോൾ കുറേ വേറെ 3-4 പേരിങ്ങനെ വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു, അവരുടെ കൈ കാണിച്ച് പൊക്കോളാൻ പറഞ്ഞു. എന്നെ കൈ കാണിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പുറകെ ചെന്നു കുറേ കല്ലുകളൊക്കെ ഉണ്ടല്ലോ കടപ്പുറമല്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ആ കല്ലിനിടയിൽ നിന്നൊരു സാധനം, ഒരു പൊതി എടുത്തിട്ട് അത് അഴിച്ചിട്ട് എൻ്റെ കൈ തന്നിട്ട് കഴിക്കാൻ പറഞ്ഞു. എന്താണ് ഇനി അതിൻ്റെ മധുരം എന്താണോ, അതിന് രുചി എന്താണോ എന്താന്ന് എനിക്ക് മഹാത്മാക്കൾ തരുന്നതല്ലേ ആ പൂന്തറ സ്വാമി. അങ്ങനെ അനവധി മഹാത്മാക്കളെ കാണാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ബാബ ഒരിക്കൽ ഇങ്ങനെ പുട്ടപ്പുറത്തിലിരിക്കുമ്പോൾ ബാബ പറയും, ഇവൻ എൻ്റെ ജാതകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, ഭഗവാന്റെ ജാതകം അന്നേരം എൻ്റെ പോക്കറ്റിൽ കിടക്കുകയാണ്. എൻ്റെ 3 കുട്ടികൾക്കും ഭഗവാൻ സ്വപ്ന ദർശനത്തിൽ തന്ന പേരാണ് ഷായിയാർ ശാന്തി, ഷായിയാർ സ്നേഹ, ഷായിയാർ ദയ. ഷായി ആ ദയ എന്ന് പറയുന്ന കുട്ടി ഭഗവാന്റെ നക്ഷത്രത്തിൽ ഭഗവാൻ ജനിച്ച ദിവസമാണ് ജനിച്ചത്. ഇനിയോ ഭഗവാൻ സമാധിയായ ദിവസവും ഒരു പേരക്കുട്ടി ജനിച്ചു. അപ്പം ഇതൊക്കെ ഈ മഹാത്മാക്കൾ അറിയണമെങ്കിലും ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ നമ്മുടെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം വേണം. അതുകൊണ്ടാണ് ഗുരുവര കരുണാലേശമുണ്ടെന്ന് വന്നാൽ ഗുരുവന് ഒരു കാര്യം സാധ്യമല്ലാവതല്ല എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. മഹാത്മാക്കളെ അറിയണമെങ്കിൽ തന്നെ ജന്മാന്തര സുഹൃതങ്ങൾ വേണം. ആലാസ്വാമിയുടെ സമാധി ദിനത്തിൽ എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ വൃന്ദാവനത്തിലായിരുന്നു. പക്ഷെ വൃന്ദാവനത്തിൽ ഇരുന്നപ്പോൾ ജോൺ സ്വാമി എന്നോട് വിളിച്ചു പറഞ്ഞു, ആലാസ്വാമി യാത്രയായി എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ആ വൃന്ദാവനത്തിൻ്റെ ആ യമുനയുടെ തീരത്തൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ വിക്ഷേപമാകാം, ആലാസ്വാമിയെ പോലെ ഒരു മഹാത്മാവ് ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുക, ആ ജലത്തിനടിയിലേക്ക് ഇങ്ങനെ താഴ്ന്നിട്ട് വെള്ളം കോരി ഇങ്ങനെ അർപ്പണം നടത്തുന്നു. അപ്പം എൻ്റെ മനസ്സിൻ്റെ വിക്ഷേപവും ആവരണമാകാം, എനിക്കത് ആലാസ്വാമിയാണെന്ന് തോന്നി. അപ്പം യാത്രയാകുക, ഞാൻ യാത്രയായി എന്നുള്ള ഒരു അറിയിപ്പായിരിക്കാം അത്. പഞ്ചഭൂതങ്ങളിൽ ജലത്തിന് വലിയ പ്രാധാന്യമുണ്ടല്ലോ. കാരണം പിതൃക്കൾക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ഉണ്ടാകുന്നത് ജലമെന്ന തീർത്ഥം കൊണ്ടാണ് എന്ന് ആ സാധുശാസ്ത്രത്തിൽ ഗരുഡപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി പോയത് ഉറപ്പാണ്, പോയത് നല്ല പോയ സമയമൊക്കെ ഞാൻ കൃത്യമായിട്ട് ഗണിച്ചിട്ടുണ്ട്. അതായത് വ്യാഴം എന്ന് പറയുന്ന ആ ഗ്രഹത്തിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സമയത്താണ് ഇരിക്കുന്നത്. ഭഗവാൻ ആ ശരീരമേ ഉപേക്ഷിച്ചിട്ടുള്ളൂ. ഭഗവാന്റെ ആത്മാവ് ഹിമാലയം പോലെയുള്ള ആ മണ്ഡലങ്ങളിലുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രഭാകര സിദ്ധിയോഗയും അതുപോലെ മായമ്മയും മഹാത്മാക്കളായിട്ടുള്ളവരെല്ലാം അവർക്കൊരു തലങ്ങളുണ്ടല്ലോ. അതെ, നമ്മളറിയാത്ത തലങ്ങളാണത്. നമ്മൾ ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നമുക്കതേക്കുറിച്ച് അറിവില്ലാത്തത്. ആ അറിവുകൾ ഇതുപോലെയുള്ള മഹാത്മാക്കളുമായിട്ട് കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മാനുഭൂതി. എല്ലാവർക്കും അതൊന്നും കിട്ടണമെന്നില്ല. നമ്മളെ തിരിച്ചറിയാൻ നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ സമാജത്തിലുള്ളവർക്കൊന്നും അറിയാൻ പറ്റില്ല. കലികാലത്ത് ഈ സജ്ജനങ്ങളെ കാണാനും
മഹാത്മാക്കളെ കാണാനും വലിയ ബുദ്ധിമുട്ടുകളാണ്. തിരുവണ്ണാമല എന്ന സ്ഥലത്ത് ഒരിക്കൽ ഞാൻ തിരുവണ്ണാമലയിൽ പരിക്രമം ചെയ്യുമ്പോൾ ഞാനൊരു കണക്ക് പറഞ്ഞ് കേൾക്കുന്നവരെ ബോധ്യപ്പെടുത്തുകയല്ല. ഏതാണ്ട് 39 വർഷക്കാലം പൗർണമിക്ക് ഞാൻ പരിക്രമം ചെയ്ത ആളാണ്. ഞാനങ്ങനെ പരിക്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എൻ്റെ പുറകെ ഓടി വരികയാണ്. ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, അയ്യോ ആലാസ്വാമിയുടെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്നോട് പറയുകയാണ്. ഈ ജോൺ സ്വാമി എന്ന് പറയുന്ന ഈ വള്ളിക്കാവിലെ സ്വാമി, ഈ ആലാസ്വാമി ഈ സമാധിയായതിൻ്റെ വിവരം പത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ചേറൂര്, ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ സമാധിയായ ചേറൂർ സ്വാമി എന്ന് പറയുന്ന ഒരു സ്വാമിയുണ്ട്. അദ്ദേഹം 2021 ഡിസംബറിൽ സമാധിയായി. അപ്പോൾ ആലാസ്വാമി സമാധിയാക്കുമ്പോൾ ജോൺ എന്ന് പറയുന്ന ഈ ഭക്തൻ ഈ ഫോട്ടോ കൊണ്ടുവന്ന് ആലാസ്വാമിയുടെ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞപ്പോൾ ജോണിനോട് ഈ ചെറൂർ സ്വാമി പറയുകയാണ്, എടാ ഇത് നമ്മുടെ തകഴി സ്വാമിയെ പോലെ ഉണ്ടല്ലോ. അപ്പം ഈ ചെറൂർ സ്വാമി ആലാസ്വാമിയെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ആലാസ്വാമിയുടെ ഒരു ഭക്തനാണ് എന്ന് തിരിച്ചറിവുണ്ടായി. ആ അറിവിലാണ് ജോൺ സ്വാമിയോട് ചെറൂർ സ്വാമി പറഞ്ഞു, ഇത് നമ്മുടെ തകഴി സ്വാമിയെ പോലെ ഉണ്ടല്ലോ എന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ മഹാത്മാക്കൾ പറയുന്നത് അവരത് തിരിച്ചറിഞ്ഞിട്ടാണ്. നമുക്ക് ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലതും അറിയാതിരിക്കുന്നത്. പ്രഭാകര സിദ്ധയോഗി എന്ന മഹാത്മാവിനെ 1986 വരെ ജീവിച്ചിരുന്ന ആളാണ്. സമാധിയാകുന്നതിന് 1 വർഷം മുന്നേ ഞാൻ അവസാനമായിട്ട് കണ്ടപ്പോൾ അദ്ദേഹം എന്നോടൊരു മഹാവാക്യം പറഞ്ഞു. എന്നോട് പറഞ്ഞ വാക്യം ഇതാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു കഴിഞ്ഞപ്പോൾ, ആ പുലിപ്പാറ എന്ന സ്ഥലമാണ്, ഇന്നുകൊണ്ട് അവിടെ സമാധിയുണ്ട്. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുന്നു. ഈ ഒച്ചത്തിൽ സംസാരിച്ചു കേട്ടപ്പോൾ, നിന്നോട് ആര് പറഞ്ഞാടോ അതിലേ വരാൻ, നിനക്ക് അതിലേ വരേണ്ട കാര്യം എന്താണ്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അതിലേ വരില്ല. അപ്പോൾ ഒരു രാജവെമ്പാല പ്രഭാകര സിദ്ധിയോട് പരാതി പറയുകയാണ്, എന്നെ ആളുകൾ ഉപദ്രവിക്കുക. അപ്പം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഇന്ന വഴിക്കൂടെ ഇറങ്ങി അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞപ്പം ഈ രാജവെമ്പാല പത്തി താഴ്ത്തു പോവുകയാണ്. അപ്പോഴാണ് ഞാൻ കയറി ചെല്ലുന്നത്. ഞാൻ ചെന്ന് കഴിഞ്ഞോണ്ട് എന്നോട് പറഞ്ഞു, സമയമൊക്കെ വളരെ മോശമായി, എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കാലെ നമസ്കരിച്ചു. 2 കദളിപ്പഴം ഉണ്ടായിരുന്നു, അത് കൊടുത്തു. ആ കദളിപ്പഴം കൊടുത്ത് ഒരെണ്ണം പൊളിച്ചൊന്ന് എനിക്ക് തന്നു. ഞാനത് കഴിച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന് എൻ്റെ കൈ ഇങ്ങനെ എൻ്റെ തലയിലെ മേളിലേക്ക് വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കയ്യിലൊരു വാച്ച് ഉണ്ടായിരുന്നു, ഫേവറിലൂടെ. ഞാൻ നോക്കുമ്പോൾ 2 മണി 10 മിനിറ്റായി. കൈ വെച്ചത് മാത്രം എനിക്കറിയാം. ഞാൻ പിന്നെ അറിഞ്ഞില്ല. ഞാൻ ഭഗവാന്റെ മടിയിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടന്നതായിട്ട് എൻ്റെ ഓർമ്മ. ഞാനൊന്ന് ഉണർന്ന് നോക്കി കഴിഞ്ഞപ്പോൾ കിടന്നുകൊണ്ട് തന്നെ എൻ്റെ വാച്ചിൽ നോക്കുമ്പോൾ 4 മണി 4:30 കഴിഞ്ഞു. ഈ 2.5 മണിക്കൂർ എനിക്ക് 2 നിമിഷം പോലും അറിയില്ല, എന്തൊക്കെയാ സംഭവിച്ചെന്നും അറിയത്തില്ല. എന്നിട്ട് കൈ മേളിലോട്ട് വെച്ചിട്ട് എന്തോ ഒരു സാധനം എടുത്ത് എന്നിട്ട് ഇത് കഴിക്കാം. ഞാൻ നോക്കുമ്പോൾ കൽക്കണ്ടമാണ്. ആ കൽക്കണ്ടത്തിന് ഈ ചെറൂർ സ്വാമി, ഈ ആലാസ്വാമി എന്നോട് പറഞ്ഞു, എനിക്ക് ചേട്ടനെ പോലെ കൽക്കണ്ടവും തരാൻ പറ്റത്തില്ലെന്ന്. ഇവിടെ നയിച്ച കൽക്കണ്ടം വേണം, ചേട്ടനെ പോലെ കൽക്കണ്ടമൊന്നും എനിക്ക് തരാൻ പറ്റത്തില്ല. അപ്പൊ ചേട്ടൻ ആരായിരുന്നു, സ്വാമി ആരായിരുന്നു? അതാണല്ലോ ചേട്ടനെ കണ്ടിട്ട് വരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഞാൻ ഭഗവാൻ പ്രഭാകര സിദ്ധിയോഗി അദ്ദേഹം എന്നെ വിടർന്നിട്ടു. അദ്ദേഹം എന്നോട് ഞാൻ പോകുന്നൊരു സമയരുപാടായെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ശരി, വേണ്ടതൊക്കെ വന്നുകൊള്ളും, ഇതിൽ പരം സന്തോഷമില്ല, ജീവിതത്തിൽ എല്ലാം വരാൻ പോകുന്നു, എല്ലാം കിട്ടാൻ പോകുന്നു. എന്താ പറയുന്ന, 10-32 വയസ്സ് പ്രായമല്ലേ ഉള്ളൂ, 30 വയസ്സ് പ്രായം ആയിട്ടില്ല ജീവിതത്തില്. അതെ. അപ്പൊ എല്ലാം കിട്ടാൻ പോകുന്ന ഒരു അനുഗ്രഹം വന്നു കഴിഞ്ഞപ്പം മനസ്സ് പറഞ്ഞ്, വേണ്ടതൊക്കെ വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് ഗുരുനാഥൻ്റെ ഒക്കെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇന്നപോലെ. അപ്പം എന്നെ കണ്ടിരുന്നെ ഗുരുനാഥൻ ചോദിച്ചു, യോഗിയെ കണ്ടോ? കണ്ടു. എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഇങ്ങനെ വേണ്ടതൊക്കെ വന്നുകൊള്ളും എന്ന് പറഞ്ഞു. എന്ത് ഗ്രഹിച്ചു? ഞാൻ പറഞ്ഞു, വേണ്ടാത്തത് കയ്യിലുണ്ടെങ്കിൽ വേണ്ടാത്തത് കയ്യിലുണ്ടെങ്കിൽ അത് കളഞ്ഞാൽ വേണ്ടതൊക്കെ ഇത് എല്ലാവരിലും ഈ തത്വമുണ്ട്. സത്യം. നമ്മളത് തിരിച്ചറിയുന്നില്ല. വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഞാനിപ്പം എന്താ പറയുന്നത്, ആലാസ്വാമിയും പ്രഭാകര സിദ്ധയോഗി ഭഗവാനെയൊക്കെ ഒരേ മാലയിലെ പുഷ്പങ്ങളായിട്ട് കാണുന്നവരാണ്. അതിന് വ്യത്യാസമില്ല. അപ്പം കൂടുതൽ ആത്മബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ആള് സിദ്ധയോഗിയാണ്, പ്രഭാകര സിദ്ധയോഗിയാണ്. അപ്പം ഭഗവാൻ നമ്മളെ ഭഗവാന്റെ മടിയിൽ കിടക്കാനും ഒക്കെയുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ്.
അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ള മഹാത്മാക്കളെ എല്ലാം ഞാൻ തുല്യതയോടുകൂടിയേ കണ്ടിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണാനുള്ള ഭാഗ്യം ഗുരുനാഥന്മാരുടെ അനുഗ്രഹമാണ്. ജാതകത്തിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നതിൻ്റെ ശുഭദായകത്വമാണ്. അംശാവതാരയോഗ തുല്യത ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ലല്ലോ. എൻ്റെ ജാതകം പരിശോധിച്ച മഹാപണ്ഡിതന്മാരായിട്ടുള്ള പറഞ്ഞതാണ്. ഇപ്പൊ അമൃതാനന്ദമഴിക്കും അംശാവതാര യോഗമാണ്. അവരെ ലോകം മുഴുവൻ അറിയപ്പെടുന്നു. ഈ എന്നെ സംബന്ധിച്ച് ഞാൻ ലോകത്ത് ആരും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മഹാത്മാക്കളെ കാണാനും അവരുമായിട്ട് കൂടാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തിരുവണ്ണാമലയിലാണ് ഏറ്റവും കൂടുതൽ മഹാത്മാക്കൾ എൻ്റെ അറിവിൽ സമാധിയായിട്ടുള്ളത്. നമ്മൾ വൃന്ദാവനത്തിലൊക്കെ ചെന്ന അനവധി അവധൂതന്മാരുണ്ട്. പറഞ്ഞറിയിക്കാൻ തരത്തിലുള്ള അവധൂതന്മാരാണ്. നമുക്കത് മനസ്സിലാവും. നമ്മൾ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും. നിർമ്മലാനന്ദഗിരി സ്വാമി എന്ന് പറയുന്നൊരു കേമനുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? നിർമ്മലാനന്ദ സ്വാമി എനിക്കൊരിക്കൽ ആസ്മ എന്ന് പറയുന്നൊരു അസുഖം ഉണ്ടായി. അപ്പോൾ നിർമ്മലാനന്ദ സ്വാമി, അപ്പം ഞാൻ ആലാസ്വാമിയോട് ചോദിച്ചു, ഇങ്ങനെ ആസ്മയൊക്കെ ഉണ്ടല്ലോ, അതേ നിർമ്മലിനെ കണ്ടാൽ മതി. നിർമ്മലൻ തന്നെ പറഞ്ഞു, നിർമ്മലാനന്ദഗിരിയെ കണ്ടാൽ മതി, നിനക്ക് മരുന്ന് തരുന്നു. അങ്ങനെ ഞാൻ നിർമ്മലാനന്ദ സ്വാമിയെ കാണാൻ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് പാലക്കാട് പോയി എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേ നിർമ്മലാനന്ദ സ്വാമിക്ക് ഒരു ആത്മബോധം ഉണർന്നു. ഈ വ്യക്തിയായിട്ട് നമുക്ക് ആത്മബന്ധം ഉണ്ടല്ലോ. അപ്പം എന്താ, നിർമ്മാണ സ്വാമികൾ ഒട്ട തന്നെ ആത്മവിചാരം ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് ഇനിയും ഒന്ന് കാണേണ്ടി വരും, ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും എന്ന് നിർമ്മലാനന്ദഗിരി സ്വാമി പറയുകയാണ്. ഓ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി പാലക്കാട്ട് മലയാള മാസം 1-ാം തീയതി വന്ന് മലയാളം 29-ന് ഇവിടെ പമ്മനയാണല്ലോ. ആ ഒരു മാസവും ഫ്രീ ട്രീറ്റ്മെൻറ്റാണ്. അങ്ങനെ ഞാൻ 29ാമത്തെ വർഷം പമ്മന ആശ്രമത്തിൽ ചെന്ന് 28ാമത്തെ വർഷം ഇവിടെ കണ്ടിയൂർ എന്ന് പറയുന്ന ശാരദാശ്രമത്തിലാണ്. അപ്പം ഞാൻ 6 മാസം കഴിഞ്ഞ് ഇതുപോലെ. അപ്പോൾ എനിക്ക് ആസ്മയ്ക്ക് വേണ്ടി തന്ന ഒരൊറ്റ മരുന്ന് എന്നാ ചോദിച്ചാൽ ചുമന്ന റോസും ശുദ്ധമായ തേന് വരച്ച് കഴിയും. എനിക്കിന്ന് ജീവിതത്തിൽ ആസ്മ എന്ന് പറയുന്ന അസുഖമില്ല. പിന്നെ ഒരു യോഗയും പറഞ്ഞു തന്നു. അപ്പം രോഗികളെല്ലാം നോക്കി കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞ് അകത്ത് വരാൻ പറഞ്ഞു. അകത്ത് ചെന്ന് ഇരുന്ന് കഴിഞ്ഞ തന്നെ എന്നെ മനസ്സിലായോ? ഓ മനസ്സിലായി, പൂർവജന്മ. അപ്പം നിർവാൻ സ്വാമി പറഞ്ഞു, നമ്മുടെ ഗുരുശിഷ്യ ബന്ധത്തിൽ 42 പേരുണ്ടായിരുന്നു. ഞാൻ 38 പേരെയും കണ്ടു. നീ ഇപ്പം 39ാമത്തെ ആളാണ്. നിനക്ക് ഓർമ്മയുണ്ടോ ഞാൻ ചെയ്ത ദ്രോഹമൊക്കെ? ഉണ്ട്, എന്നെ വെള്ളത്തിൽ മുക്കി പിടിച്ചിട്ടുണ്ട്, ശ്വാസം വിടുമ്പോൾ പൊക്കി വിടുക, അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഗുരുഭക്തിക്ക് വേണ്ടി ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. കറി കീറി കൊടുക്കും, വസ്ത്രത്തിന് വെള്ളം കോരിക്കും. അങ്ങനെ ഗുരുഭക്തിക്ക് എന്നോട് വലിയ ഇഷ്ടമാണ്. അപ്പം എനിക്ക് ആഹാരങ്ങളും എൻ്റെ പരിചരണം കാണുമ്പം ബാക്കിയുള്ള ഈ ശിഷ്യന്മാർക്കെല്ലാം എന്നോട് ദേഷ്യമാണ്. അതിനെ കുളിക്കാൻ പോയപ്പോഴാണ് നിർമ്മലാൻ സ്വാമിയും കൂട്ടുകാരും കൂടെ എന്നെ വെള്ളത്തിൽ മുക്കി പിടിച്ചത്. അപ്പം സ്വാമി എന്നെ തൊഴുതിട്ട് പറഞ്ഞു, അങ്ങനെ 39ാമത്തെ ആളെയും കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ സ്വാമി സമാധിയായി, യാത്രയായി. പിന്നെ അതേക്കുറിച്ചൊന്നും അറിവില്ല. അപ്പം നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ പൂർവ്വജന്മത്തിൽ നമുക്കുണ്ടായിരുന്നതൊക്കെ ഈ ജന്മത്തിലെ ആ അറിവ് കിട്ടുമ്പോൾ നമ്മുടെ ആ ജന്മാന്തര സുഹൃതം ഒന്ന് ചിന്തിച്ചു നോക്കും. അതെ, എത്രയോ ജന്മങ്ങളിലെ ജന്മാന്തര സുഹൃതമാണ്. ഇപ്പം ഒരു ഹിന്ദുക്കളും ഒരു ശാസ്ത്രം പഠിച്ചവരും ഒരു പുരാണകർത്താക്കളും ആരും പറയില്ല ആലാസ്വാമി ഭഗവാനാണ് ഈ പാണ്ഡവർക്ക് പണിത വീടിൻ്റെ. അതായത് എന്നോട് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞു തന്നെ വീണ്ടും പറയല്ല. എടാ, പാണ്ഡവർക്ക് പണിത വീടിൽ ഞാനും എൻ്റെ മുത്തശ്ശനും കൂടെയാണ് പണിതത്. ശരിയാണ്, സ്വാമി വിശ്വകർമ്മ ഗോത്രമാണ്. അപ്പൊ അത് അരക്കിട്ട് ഉറപ്പിച്ചുകൂടെ? എൻ്റെ ചിന്താഗതിയാണ്, മറ്റുള്ളവരത് ഉൾക്കൊള്ളണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഓരോ തലങ്ങൾ. കാർഗിൽ യുദ്ധത്തിന് ശേഷമാണ് ഞാൻ ചോദിച്ചവൻ പറഞ്ഞു, എടാ അസുരന്മാരെല്ലാം പാകിസ്ഥാനിലേക്ക് പോയി. അങ്ങനെ നമുക്ക് മഹാത്മാക്കളെ അറിയണമെങ്കിൽ അനവധി തലങ്ങളുണ്ട്. പല പുഷ്പങ്ങൾ കൊണ്ട് മാലകൾ കെട്ടുന്നതുകൊണ്ട് പോലെ, പക്ഷെ അതെല്ലാം കെട്ടിക്കഴിയുമ്പോൾ മാല എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മഹാത്മാക്കളെ നമ്മൾ അറിയണം. നാരായണ, നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങളാണ് ജയനാരായണൻ. അതെ, അത് മാത്രമല്ല അങ്ങിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ നമ്മളെ ഭക്തർക്കായിട്ട് ആവശ്യമുള്ള കാര്യവും അറിവില്ലാത്ത കാര്യങ്ങളുമാണ്. ഇതൊക്കെ ഗുരുപരമ്പരകളാണ്. ഇപ്പം പറഞ്ഞ പോലെ ഗുരുപരമ്പരയാണ്. ഈ പരമ്പരകളിൽ പെടുന്നവർ എപ്പോഴും അവർ ബന്ധങ്ങളാണ്. അവരെന്നും നിരന്തരം അറിഞ്ഞുകൊണ്ടേയിരിക്കും പരസ്പരം. അതാണ് ഗുരുപരമ്പരയ്ക്കുള്ള പ്രത്യേകത. അവർ പരമ്പരയിൽ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഈ പരമ്പരയിൽപ്പെട്ടവർ വന്നു പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മൾ ചിലരെ അറിയുന്നു, ചിലരെ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്.
അല്ല, അവര് ത്രികാലജ്ഞാനികളാണ്. അവരാണ് ലോകത്ത്, അവര് വന്നില്ലെങ്കിൽ ലോകം നിലനിൽക്കില്ല, നിലനിൽക്കത്തില്ല. അവരാണ് ഇവിടുത്തെ ചൈതന്യം, അവരാണ് പിന്നെ ഈ നമ്മളെ ഭൂമിയെ തന്നെ പറയും. ഭൂമിക്കുള്ള ഒരേ ഒരു പ്രത്യേകത എന്താണ് സ്വാമി? ഗുരുത്വാകർഷണം. വേറെ ഒരു ഗ്രഹങ്ങൾക്കും ഇല്ല, ഭൂമിക്ക് മാത്രമേ ഉള്ളൂ ഗുരുത്വാകർഷണം. അതെ, ഗുരുവിന്റെ ആകർഷണമാണ് ഗുരുത്വാകർഷണം. അത് ഇവിടെ മാത്രമേ ഉള്ളൂ, ഭൂലോകത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരിടത്തും ആകർഷണം അജ്ഞാനമാണല്ലോ, പ്രകാശമാണ്. അതെ, അപ്പൊ അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ ആ ഗുരുത്വാകർഷണം ഗുരു വന്ന് പൊക്കോട്ടേയിരിക്കും, ഈ ആകർഷണം കുറയാതിരിക്കാൻ. അവരിങ്ങനെ ലോകത്ത് എവിടെയാണ് അവർ നിൽക്കുന്നു, എവിടെയാണ് ചൈതന്യം നിൽക്കുന്നു എന്ന് അറിയാൻ പറ്റൂല. അപ്പോൾ ഭഗവാൻ തന്നെ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമാണ് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. പിള്ളേ, ഇന്ന് എന്നെ പോലെ ഒരാരും ഇവിടെ ഇല്ല. ഇന്ന് ഭൂമിയിൽ എന്നെ പോലെ ആളില്ല. 4 യുഗവും ഞാൻ കണ്ട ആളാണ് പിള്ളേ. 4 യുഗവും കണ്ട ആളാണ്. 4 യുഗവും കാണുക എന്ന് പറയുമ്പോൾ എത്ര ആയിരം വർഷം, എത്ര ആയിരം ജന്മം അദ്ദേഹം ജീവിച്ചിരുന്ന 4 യുഗവും കണ്ട ആളാണ്. ഞാൻ 3 പ്രാവശ്യം ഞാൻ ഹിമാലയ യാത്ര ചെയ്തിട്ട് വന്നു. അന്ന് പറഞ്ഞു, പിള്ളേ അപ്പുറത്ത് പോയാ പിള്ളേ, അതിൻ്റെ ആ സൈഡിൽ പോയാ പിള്ളേ എന്ന് കെട്ടുപിടിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ഇങ്ങനെ അതിശയിച്ചു പോയി, അവിടെ ഇന്ന ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ 3 ജന്മം അവിടെ സമാധിയായി പിള്ളേ. അപ്പോൾ ഭഗവാൻ ഈ പറയണത് ഓരോന്നും ഇപ്പോഴത്തെ കാര്യമല്ല, നമുക്ക് ഇപ്പോഴുള്ള കാര്യം. അവിടുത്തെ 2000 വർഷത്തിന് മുമ്പ് അതുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ വായി പിടിച്ച് ഇരിക്കാനേ പറ്റുള്ളൂ. അവിടെ ത്രികാലജ്ഞാനിയായ ഭഗവാൻ എല്ലാം ഇന്നലത്തെ പോലെ കാണുകയാണ്. സാർ ഇന്ന് ജയനാരായണജിയിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന വിവരം നാളെ ഒരാളോട് ചോദിച്ചാൽ ഞാൻ ഇന്നലെ ജയനാരായണജിയിൽ അവിടെ പോയിരുന്നു. ഇതേപോലെയാണ് അദ്ദേഹം ഇന്നലത്തെ കഴിഞ്ഞ ജന്മം പറയണത്. ആ ജന്മവാസന അതേപോലെ സ്പഷ്ടമായി കാണുകയാണ്. ഈ ഒരു ജ്ഞാനമുണ്ട ഒരാൾ ഇല്ലായിരുന്നെന്ന് എന്നെ ഭഗവാൻ പറഞ്ഞു, ഇല്ലായിരുന്നു. ഇനി കുറേ കഴിയും എന്നെപ്പോലെ ഒരുത്തൻ മരണമെങ്കിൽ, ഇനി കുറേ കഴിയും എന്നെപ്പോലെ ഒരുത്തരുണ്ട്. അപ്പോൾ വീണ്ടും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ വരാം. ഈ പറഞ്ഞ പലരും നേരത്തെ പണ്ട് ഇരുന്നവരാരും ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പഴയ ജന്മങ്ങളായിരിക്കാം, പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഇവരൊരു പരമ്പരയുണ്ട്. അതെ അതെ, അവതാരവും അനേഹം അത് വന്നു. ഞാൻ ഒരിക്കൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു 10-35 വർഷങ്ങൾക്ക് മുമ്പ് കുമ്മനം വന്നിട്ട് പോയി. കുമ്മനം, എനിക്ക് കുമ്മനമായിട്ട് വേറെ കണക്ഷൻ ഉണ്ട്, പക്ഷെ ഞങ്ങൾ തമ്മിൽ കാണാൻ പറ്റിയില്ല. പുള്ളി സിവിൽ സപ്ലൈ ജോലിയുള്ള ആളാണ്, ആലപ്പുഴ ജില്ലയിലെ. അത് തന്നെ സംഘടനാ തലത്തിലൊക്കെ പുള്ളിയായിട്ട് കണക്റ്റഡാണ്. അപ്പൊ കുമ്മനം വന്നിട്ട് പോയി കഴിഞ്ഞ പറഞ്ഞാൽ ആരാണ്ട് ചോദിച്ചു, ആ പോയത് കുമ്മനമല്ലേ? ഉടനെ ഭഗവാൻ പറഞ്ഞു, ആ കുമ്മനമൊന്നുമല്ല, ഗവർണറാകും. ഓ എന്റെ ഭഗവാനെ, ശരീരത്തെ കുളിര് പോയി. സത്യം. അന്ന് കുമ്മനം രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല. സഞ്ജീവ് നോക്കി നടക്കണേ ഉള്ളൂ. അതാ പറഞ്ഞ, പലതും അനുഭവത്തിൽ പലതും പറയാനുണ്ട്, എല്ലാം ഒന്നും ഓർക്കാനുള്ള ഒരു ഓർക്കുന്നില്ല. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞോണ്ടാണ്, കുമ്മനമല്ല ഗവർണറാണെന്ന്. ആ കുറെ നാള് 10-20 കൊല്ലം കഴിഞ്ഞപ്പോ എങ്ങാണ്ട് ഒരു സ്ഥലത്ത് ഗവർണറായി. അത് തന്നെ. കേരളത്തിലെ ഒരു മഹാത്മാക്കളും അത് പറഞ്ഞിട്ടില്ല. ശരി, പ്രഭാരസിദ്ധി യോഗി ഒരിക്കലും എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ചോദിച്ചു, ഈ ശ്രീനാരായണ ഗുരുദേവൻ എടാ നാണുവിന് ഉപദേശം കൊടുത്ത ഞാനാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ചട്ടമ്പിശാൻ എടാ കുഞ്ഞനും ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ പ്രഭാരസിദ്ധി യോഗി ആരാ? അതെ, അതല്ലേ പറഞ്ഞേ. അതെ, അപ്പൊ മഹാത്മാക്കൾക്ക് അതറിയും, നമ്മൾ തിരിച്ചറിയും. പിന്നെ ഈ കലികാലത്ത് ഇതൊക്കെ അറിയുകയും ഇതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പം അതിന് നമുക്ക് ഒരു ജന്മാന്തര സുഹൃതം വേണം. തീർച്ചയായിട്ടും അതില്ലാത്തവർക്ക് അത് പറയാൻ പറ്റില്ല. ഞാനൊക്കെ ജയനാരായണജി മിണ്ടാതിരിക്കണമെന്ന് ആഗ്രഹിക്കുക, വേറെ ഒന്നും വേണം, ശിഷ്ടകാലം മിണ്ടാതിരിക്കുക. ഞാൻ 10-20 വർഷമൊക്കെ അവനോട് വരികയും. അപ്പൊ എൻ്റെ കുടുംബത്തിലെ ഒരു പശ്ചാത്തലം ഒന്ന് ആലോചിച്ച് നോക്കി. അതെ, ദരിദ്രതയിലേക്ക് താഴെ ESN ജോലി ഉണ്ടെങ്കിലും കുടുംബത്തിലുള്ളവരെ മുഴുവൻ രക്ഷപ്പെടുത്തി അവരെയൊക്കെ വിവാഹിച്ചിട്ടും എനിക്ക് മൗനവ്രതം എടുക്കുമ്പോൾ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും അനുകൂല സ്ഥിതി അല്ലെങ്കിൽ എനിക്കത് പറ്റൂല, ഒരിക്കലും ചെയ്യാൻ പറ്റൂല. എൻ്റെ മൂത്ത മകൾ ഇന്ന് മൂലഭാഗവതം മുഴുവൻ, സംസ്കൃത ഭാഗവതം മുഴുവൻ കാണാപ്പാടോ. ചിന്തിക്കൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഭാഗ്യം നമുക്ക് ഭഗവാൻ തരികയാണ്. അത് നമ്മുടെ ഒരു ജന്മജന്മാന്തരം എല്ലാവർക്കും. അതെ, കർമ്മഫലം. വൃന്ദാവനത്തിലൊക്കെ ഞാൻ വൃന്ദാവനത്തിലൊന്ന് പോകുവാൻ പണ്ട് 40 കൊല്ലങ്ങൾക്ക് മള്ളൂർ ശങ്കരൻ തിരുമേനി 40 വർഷം അമ്പലപ്പുഴ മൂലഭാവം നടത്തിയ ആളാണ്. അപ്പം ഞാനിങ്ങനെ വൃന്ദാവനത്തിലൊന്ന് പോകാൻ പറ്റുമെന്ന്, വൃന്ദാവനത്തിൽ പോയി മടുത്ത് നമ്മൾ
കാരണം മോഹൻ അവിടെ സ്ഥിരം സപ്താഹ. മോന് വൃന്ദാവനത്തിൽ ഇന്ന് വരത്തേ ഉള്ളൂ, വരും മോളെ വേളി ഇന്ന് വരത്തേ ഉള്ളൂ. എന്നിട്ട് നാളെ എന്നെ കാണാൻ വരുവാ. മറ്റന്നാൾ എന്നെ പിറന്നാളാ, തുലാമാസത്തിലെ മൂലാ. അതിന് അച്ഛൻ്റെ ആഘോഷിക്കണം. ഞാൻ പറയും ഒന്നും വേണ്ട മോനെ. ഞാൻ പറഞ്ഞു വന്ന് മറ്റൊന്നുമല്ല, പ്രാരാബ്ധങ്ങൾ പറയല്ലേ. നമുക്ക് കുറച്ചു കാലം മഹാത്മാക്കളെ ആരാസ്വാമിയെ അറിഞ്ഞു, ഉദരസ്വാമിയെ അറിഞ്ഞു, ചപ്പാത്തി സ്വാമിയെ അറിഞ്ഞു, മായമ്മയെ അറിഞ്ഞു, ഈ അമൃതാനന്ദമയെ അറിഞ്ഞു, ബാബയെ അറിഞ്ഞു, ശ്രുതിയെ അറിഞ്ഞു. ഇനി നമുക്ക് എന്താ പറഞ്ഞു, ഈ ജന്മത്തിൽ നമുക്കിനി ഒന്നും അറിയാനില്ല, മറ്റുള്ളവരെ ബോധിപ്പിക്കുക. അങ്ങ് അശോകൻ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ തയ്യാറായതാണ്. അല്ലാതെ എനിക്ക് ഇപ്പം ഇതുകൊണ്ട് ഈ വന്നതും സംസാരിച്ചതിനെക്കാട്ടും അപ്പുറത്ത് ഭഗവാനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രതിഷ്ഠ പല. ഇപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ കുമ്മരത്തിന്റെ കാര്യം പറഞ്ഞ അതേ അനുഭവം തന്നെ വേറെ പല കാര്യങ്ങളും ഉണ്ട് ശരിക്കും, തീർച്ചയായിട്ടും. അപ്പൊ അത് എന്തായാലും ഈശ്വരാനുഗ്രഹം ഉണ്ടായിട്ട് എനിക്ക് എന്താ പറയാ, എനിക്ക് എന്താ പറയുക, അങ്ങേക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പറയാന്നുള്ളതല്ല. അങ്ങയുടെ സത്സംഗം ഇപ്പൊ ഇത് ശരിക്ക് സത്സംഗമാണ്. ഇത് ഞങ്ങളെ ഭക്തർക്ക് വേണ്ടി, ഞങ്ങളെ ചാനലിലൂടെ ഭഗവാന്റെ ഭക്തര്, കാരണം ഈ ഞാനൊരു ഭഗവാന്റെ ഭക്തരിൽ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും എളിയ ഒരു ഭക്തനാണ്. അല്ല, അതുകൊണ്ട് അങ്ങവർക്ക് ഒരു ഉദ്ധവരുടെ ആത്മാവില്ലെങ്കിൽ അങ്ങേക്ക് തയ്യാറാകാൻ പറ്റില്ല. അപ്പോൾ ആ ഭക്തി കൊണ്ട് ഭഗവാന്റെ ഒരു പേരിലൊരു ചാനൽ തുടങ്ങി മഹാജ്ഞാനികളായിട്ടുള്ള ആൾക്കാരെ ഈ ചാനലിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഭക്തർക്ക് വേണ്ടി അവർക്ക് വീട്ടിൽ ഇരുന്ന് അങ്ങയെ ശ്രമിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഈസിയല്ല. അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇരുന്ന് വീട്ടമ്മമാർക്കും എണീറ്റ് നടക്കാൻ വയ്യാത്തവർക്കും അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളില്ലാത്തവർക്കും എല്ലാം വീട്ടിലിരുന്ന് ഒരു മൊബൈലിലൂടെ ആ ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും മൊബൈൽ ഒരു വളരെ പ്രധാന അതാ പല കാര്യമുണ്ട്. ഈ അമ്പലപ്പുഴ എന്ന ദേശത്ത് ഒരു ശങ്കരനാരായണ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് 4200 വർഷത്തെ പഴക്കമാണ്. അവിടെ 50 അടി പൊക്കമുള്ളൊരു കല്ലുവിളക്കുണ്ട്. അപ്പം ഞാൻ ഒരിക്കൽ പ്രഭാരസിദ്ധിയോട് ഇങ്ങനെ ചോദിച്ചു, ഭഗവാനെ ഇങ്ങനെ ആ കല്ലുവിളക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ 1990 മുതൽ ഞാൻ വാസും കൂടെ പഠിച്ചത് അതിൻ്റെ കണക്കെടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ കണക്കെടുത്തുകൊണ്ട് ഞാനിങ്ങനെ വന്ന് അപ്പം ഞാൻ ഭഗവാനോട് ആരോസ്വാമിയോട് ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. അപ്പം 2008 ഏഷ്യാനെറ്റ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നുള്ള പരിപാടിയിൽ എൻ്റെ പ്രോഗ്രാം പിടിച്ചു. അവരെന്നെ വിളിച്ചിട്ട് ഞാൻ അറിഞ്ഞാണ്. അപ്പം എനിക്ക് 20 വർഷം കൊണ്ട് 6 ഇഞ്ചോളം അത് മുന്നോട്ട് മാറിയിട്ടുണ്ട് കല്ലുകൊണ്ട്. ഇപ്പോൾ അത് 30 ഡിഗ്രി ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഇവിടെ വന്ന് ഭഗവാന്റെ ഒക്കെ ആരാസ്വാമിയുടെ ഒക്കെ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞ് എന്നോട് പറയാ, നീ കല്ലുകളെ കളഞ്ഞോണ്ടിരിക്കല്ലേ, 6 ഇഞ്ചിലേ മാറിയുള്ളൂ. ആരായണോ ആരായണോ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഭഗവാനെ ഇതെന്താ ഇങ്ങനെ മാറുന്നേ? ലോകത്തിൽ ഒരാൾക്കും പറയാൻ പറ്റാത്ത കാര്യമാണ്. ആരാസ്വാമി പറഞ്ഞു, എടാ അതിനടിയിൽ ഒരു ചക്രം ഉണ്ടെന്ന്. ചിന്തിച്ചു നോക്കി, 40 അടി പൊക്കമുള്ള ഒരു കല്ല് വിളക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 30 ഡിഗ്രി കഴിഞ്ഞു. ഞാൻ പരിശോധിക്കുമ്പോൾ എനിക്ക് ഈ 20 വർഷം കൊണ്ട് 6 ഇഞ്ചോളം മുന്നോട്ട് മാറി. മനസ്സിലായി? എടാ അത് 6 ഇഞ്ച് മാറി. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാണോ? അത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, പിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല. തീർച്ചയായിട്ടും ഭഗവാന്റെ കാര്യം പിന്നെ അങ്ങ് പറഞ്ഞ ഇതിൽ ഒരു സംശയം എന്ന് പറഞ്ഞാൽ വാക്ക് അവിടെ വരേണ്ട ആവശ്യമില്ല. ഏഷ്യാനെറ്റ് ഈ പ്രോഗ്രാം വന്നപ്പോൾ അമേരിക്ക, ജർമ്മനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇത് കാണുകയാണ്. അപ്പോൾ എന്നെ അമേരിക്കയിൽ നിന്ന് വിളിച്ചു, ദുബായിൽ നിന്ന് വിളിച്ചു, ജർമ്മനിയിൽ നിന്ന് വിളിച്ചു, ഇംഗ്ലണ്ടിൽ നിന്ന് വിളിച്ചു, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവർ വിളിച്ചു. സ്വാമി ഇപ്പം ദർശനം കിട്ടിയല്ലോ. ഞാൻ പറഞ്ഞു എന്താ ആ കല്ലുവിളക്കിൻ്റെ കാര്യം പ്രതിപാദിച്ചു. എൻ്റെ സ്വാമി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര എന്താ പറയുക. എന്നിട്ട് ജർമ്മനിയിൽ നിന്ന് 2 ശാസ്ത്രജ്ഞന്മാരെ എന്നെ കാണാൻ വന്നു. അപ്പം ഞാനിതിൻ്റെ ഒരു തിയറി മാറുന്നതിൻ്റെ ഞാൻ എല്ലാ വർഷവും 10-ാം ഉദയത്തിന് അവിടെ പോയി കണക്കെടുക്കുന്നുണ്ട്. എന്താ 10-ാം ഉദയത്തിന്റെ പ്രത്യേകത? അതെ, അന്ന് സൂര്യൻ നേരെ ദിശയിൽ വരുന്ന ദിവസം. പാപസമാധി 10-ാം അതാണ് എല്ലാം കൊണ്ടും പ്രകൃതി. അതെ പ്രകൃതിയുടെ. അപ്പൊ അന്ന് ഞാൻ പോയി കണക്കെടുക്കത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം ഞാൻ അതെ അങ്ങനെ ഞാൻ എടുത്തപ്പോൾ ഞാൻ ഒരു ബുക്കിലാത്തി എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചു. അത് മുഴുവൻ ചതലരിച്ചു, പക്ഷെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ 2 ജർമ്മനിയിൽ നിന്ന് ഒരു ഷായിബും മദാമ, അവർ ശാസ്ത്രജ്ഞൻ, ഇത് അറിഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് വന്നതാണ്. അപ്പോൾ അവരെന്നെ വന്ന് കാണാൻ വന്നിട്ട് പറഞ്ഞു, എന്നോട് ചോദിച്ചു, മലയാളം അവരുടെ ഭാഷ സംസാരിക്കാൻ ട്രാൻസ്ലേറ്റ് ആളുണ്ട്, ചോദിച്ചു. അപ്പം പറഞ്ഞു, അങ്ങ് പറഞ്ഞതൊക്കെ 100% ശരിയാണ്, ഞങ്ങളതിനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ജർമ്മനിയിൽ ഇരുന്നുകൊണ്ടിരിക്കുക. അങ്ങ് എഴുതി വെച്ചിരിക്കുന്ന സാധനമൊക്കെ തരാമോ? അങ്ങ് പറയുന്ന കാശ് തരാമെന്ന്, കോടിക്കണക്കിന് രൂപ.
ഞാനിവിടെ പറഞ്ഞു ഇത് തന്നെ ബ്രിട്ടീഷുകാരൻ ചെയ്തു. അതെ, എല്ലാം കൊണ്ടുപോയത് നമ്മുടെ സംസ്കാരത്തെ സംസ്കൃതിയാണ് അത് മുഴുവൻ ചതിലരിച്ചു. പക്ഷെ എന്റെ മനസ്സിലതുണ്ടല്ലോ അതെ ഇന്നലെ നാളെ വരും. അപ്പൊ അത് ഏടാതെ 6 ഇഞ്ച് മാറിയെന്ന് പറയണമെന്ന് പറഞ്ഞ് ചിന്തിച്ചു നോക്കൂ. പിന്നെ ഞാൻ എനിക്ക് വേറൊരാളോട് പറഞ്ഞ് സമർത്ഥിക്കാൻ പറ്റുമോ? നാരായൺജി ഒന്ന് ചിന്തിക്കൂ. ഒരിക്കലും പറ്റത്തില്ല. അതാണ് മഹാത്മാക്കൾ എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. ഒരു പ്രപഞ്ച രഹസ്യം മൊത്തം അവരുടെ കയ്യിലാണ്. പ്രപഞ്ച രഹസ്യം അവരുടെ കയ്യിലാണ്. അതാണ് ഞാൻ പ്രപഞ്ചം കൺട്രോൾ ചെയ്യണ അവരാണ്. അതാണ് ആ ശക്തി. അതാണ് ഞാൻ പറഞ്ഞ ഗുരുത്വാകർഷണം അവരെ കയ്യിലാണ് ഇരിക്കുന്ന പ്രപഞ്ചം. അതാ ഭൗതികവാദികളെ പറയുന്ന ആൾ ദൈവങ്ങളാണ്. ദൈവം തന്നെയാ. ആള് ദൈവമായിട്ടുണ്ടോ? കൃഷ്ണൻ ദൈവം. ഇവിടെ ആളല്ലാതെ ഏത് ദൈവം വന്നിട്ടുണ്ട്? ആരുമില്ല. ഏതെങ്കിലും ദൈവം വന്നിട്ടുണ്ടോ? ക്രിസ്തു മനുഷ്യൻ. അതെ, ആള് ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ആളെ വന്നിട്ടുള്ളൂ, നബി അടക്കം. അതെ അതെ അതെ. എല്ലാവരും ആരാധിക്കുന്ന ആരെയാണ്? അതെ ആള് ദൈവങ്ങളെ ഉള്ളൂ, അല്ലാതെ ദൈവം ഇരിക്കുന്നു. അല്ലാതെ ദൈവ സങ്കല്പം മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ ആരാധന ദൈവം എന്ന് പറയുന്നത് എല്ലാം വന്നിട്ടുള്ളവർ തന്നെയാണ്. എന്നോട് ഒരിക്കൽ പിന്നെ പറഞ്ഞു, എടാ 4-ാം വേദക്കാരന്റെ പഞ്ചാക്ഷരമാണ് എന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കരിക്കുന്ന കാര്യം എന്തോ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ വരുമ്പോഴൊക്കെ എന്തെങ്കിലും നോട്ട് ചെയ്ത് തുടങ്ങുന്നു. അപ്പൊ എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടണം. അതിന് ഞാൻ ചോദിക്കുന്നത്, എടാ 4-ാം വേദക്കാരന്റെ പഞ്ചാക്ഷരമാണെന്ന് ശരിയല്ലേ? പിന്നെ പഞ്ചാക്ഷരം നാമ ശിവ 5 നേരത്തെ സംസ്കാരം അത് തന്നെയാണ്, ഈ സംസ്കാരം തന്നെയാണെന്നാ പറഞ്ഞത്. അങ്ങനെ അങ്ങയുടെ സമയം ആയിക്കോട്ടെ, ഇനി പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ഭഗവാനെ കുറിച്ച് നമുക്ക് നമുക്കൊരു പറഞ്ഞില്ലേ, ഭഗവാന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യമെന്ന് പറയാം. ഞാൻ ഈ പൂന്തറ സ്വാമിയുടെ ഇപ്പോഴത്തെ ശിഷ്യൻ ചപ്പാത്ത സ്വാമി എന്ന് പറയുന്ന ഇപ്പോഴും പൂന്തറയുണ്ട്, അങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ ജട ഇങ്ങനെ കിടക്കുക. അപ്പം ഞാനും പള്ളിക്കാവിൽ 3-4 സ്വാമിയായിട്ട് ചെന്ന് കാണാൻ പറ്റാതെ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഇവിടെ ഉണ്ട്, നമുക്കൊരു ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ വന്നപ്പോൾ ചത്തപ്പ സ്വാമി ഇങ്ങനെ വരിക. വന്നു കഴിഞ്ഞിട്ട് തന്നെ പിന്നെ ആ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, അത് വേറെ ആൾ വിളിച്ചതാണ്. ഞാൻ ചോദിച്ചിങ്ങനെ, മഹാവതാർ ബാബാജി ലാഹിരി മഹേഷ്, മറ്റേ ശിക്ഷ ലാഹിരി മഹേഷ്, മഹാവതാര ബാബാജിയെ കുറിച്ച് എന്താ ചോദിച്ചു. എടാ എൻ്റെ ഗുരു പറഞ്ഞു ഹിമാലയത്തിലുണ്ട്, നീ പോയി കാണാനെന്ന്. ചപ്പാത്ത സ്വാമിയോട് പൂന്തറ സ്വാമി പറഞ്ഞു, നീ ഹിമാലയത്തിലുണ്ട്, പോയി കാണേ എന്ന് പറഞ്ഞു. അപ്പോൾ ചപ്പാത്ത സ്വാമി ഇവിടുന്ന് അന്നത്തെ കാലത്ത് ഇപ്പോഴും ഉണ്ടത്, നടന്ന് ഇവിടുന്ന് ഹിമാലയത്തിൽ ചെന്നു 6 മാസത്തോളം അവിടെ ചെന്നിട്ട് മഹാവതാര ബാബയെ കാണാൻ പറ്റുന്നില്ല. തിരിച്ച് ഇവിടെ പൂന്തറ വന്നു. 2-3 വർഷം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഇങ്ങനെ അലഞ്ഞു കഴിഞ്ഞ് നടന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ കടപ്പുറത്ത് നിന്നുണ്ട്. അവിടെ മുഴുവൻ മുക്കുവരാണ്. അതെ, പകല് 2 മണി സമയം, വല കയറ്റുന്നവരെ മീനെടുക്കുന്നവരെ എല്ലാം ഉണ്ട്. അപ്പോൾ കടലിൽ നിന്നുകൊണ്ട് ചപ്പാത്തി സ്വാമി ഇങ്ങനെ എന്നോട് പറഞ്ഞാ, ഞാനും കുറേ പേരേക്കും പറഞ്ഞാ, ഗുരു പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഹിമാലയത്തിൽ പോയത്, എന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ, എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരു 19 അടി പൊക്കത്തിൽ 100 അടി പൊക്കത്തിൽ തിര ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഒരാൾ നടന്ന് കരയിലേക്ക് വരുന്നു. കണ്ടു തന്നെ മുക്കുവരല്ലോ പേടിച്ചോടി കൂവി ബഹളം ഉണ്ടാക്കി. ചപ്പാത്തി സ്വാമി കണ്ടു, പൂർണ്ണമായിട്ട് കണ്ടു, തിരിച്ചു പോയി. ഇതെന്താ? ഇത് ഒരു 10 വർഷം മുന്നേ നടന്ന സംഭവം. അതാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിൽ എവിടെ ഇരുന്ന് പറഞ്ഞാലും എവിടെ ഇരുന്ന് കണ്ടാലും അതല്ലേ ഇവരൊക്കെ ഒരിടത്ത്. നമ്മളിപ്പോൾ ഇവരെ സമാധിയിലോ ഇവരെ സ്ഥലത്തോ പോണ്ട, പ്രപഞ്ചത്തിന്റെ യാത് മുക്കും മൂലയിലിരുന്ന് ഇവരെ സ്മരിച്ചാലും അവര് പ്രപഞ്ചത്തിൽ ലയിച്ചിരിക്കുന്നവരാണ്. മഹാവതാര ബാബാജിയായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നവർ ഇപ്പോഴും ഉണ്ട്. അരിപ്പാട്ട് ഇവിടെ തോട്ടപ്പള്ളിയുടെ പള്ളിപ്പാട്ടിൻ്റെ ഒരു രാധാകൃഷ്ണൻ സ്വാമി 20 വർഷമായിട്ട് മൗനവ്രതമാണ്. ശരി, ഞാൻ ചെന്നാൽ മാത്രമേ എന്നോട് മാത്രമേ സംസാരിക്കൂ, വേറെ ആരോടും സംസാരിക്കത്തില്ല. ഇൻകം ടാക്സിലെ ടോപ്പ് ലെവൽ ഉദ്യോഗസ്ഥൻ, റിട്ടയർഡായ ആളാണ്, ഐശ്വര്യബ്രഹ്മചാരിയായിട്ട് ജീവിക്കുക. ബാബയായിട്ട് കമ്മ്യൂണിക്കേഷനാണ്. ശരി, അതെ. എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്നെ കാണാൻ വന്നിട്ട് വീട്ടിൽ അമ്പലപ്പുഴ വന്നിട്ട് എന്നെ തിരിച്ച് വീട്ടിലേക്കെന്ന് വരണമെന്ന് പറഞ്ഞ് എന്നെ പള്ളിപ്പാട്ടേക്ക് കൊണ്ടുവന്നപ്പം എന്നോട് പറഞ്ഞു, സ്വാമി എൻ്റെ ഗുരു ആരാണ് എന്ന് എന്നോട് ചോദിച്ചു. അപ്പം നമുക്കും എന്താ പറയുന്നത്, ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പം നാരായൺജിയുടെ ഒക്കെ കേമത്തം പറയാം. അങ്ങയുടെ അക്കൗണ്ട് മുഴുവൻ എനിക്ക് കിട്ടി. ഞാനൊരു കേമത്തം പറയല്ല, അങ്ങയിൽ എന്താ അക്കൗണ്ട് ഉള്ളത് നമുക്കറിയാം. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അങ്ങയുടെ പറഞ്ഞു മഹാവതാർ ബാബാജി അല്ലേ എന്ന് പറഞ്ഞു. പുള്ളി ഒരാളോടും ലോകത്ത് പറഞ്ഞിട്ടില്ല. പുള്ളി പെട്ടെന്ന് വണ്ടി അവിടെ ചവിട്ടി നിർത്തി, സ്വാമി ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പറഞ്ഞു. എനിക്കൊന്ന് സാഷ്ടാംഗം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ അങ്ങനെ ചെയ്യില്ലെന്നോ, മഹാഭാവം എന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞു. അതെ, നമ്മുടെ നാവിലപ്പം വരുന്നത് നമ്മൾ പറയുന്നു, അത്രേ ഉള്ളൂ. കാളിദാസൻ ഈ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടാ ശാകുന്തളം എഴുതിയത്. ആയിക്കോട്ടെ, ഒരുപാട് സന്തോഷം. ഇത്രയും സമയം നമ്മളെ ഭക്തർക്ക് വേണ്ടി
ശരിക്കും പറഞ്ഞാൽ ഒരു സത്സംഗം. കാരണം ആർക്കും അറിഞ്ഞുകൂടാത്ത മഹാരഹസ്യങ്ങൾ ഇനിയുമുണ്ട് രഹസ്യങ്ങൾ. ഭക്തർക്ക് വേണ്ടി പങ്കുവച്ച അങ്ങേക്ക് ഇത്രയും ദൂരം വന്ന് ഈ ചാനലിൽ വന്ന് ഭഗവാന്റെ നാമധേയത്തിലുള്ള ഈ ചാനലിൽ വന്ന് അവതാര ലീലകളെ കുറിച്ച് വന്ന് ഇത്രയും സമയം ചെലവഴിച്ച അങ്ങയ്ക്ക് 1000 നന്ദി. ഭഗവാന്റെ നാമധേയത്തിൽ നന്ദി, നമസ്കാരം.